നമസ്കാരം. വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. നാളെ മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിക്കാൻ മോട്ടോർ വാഹന വകുപ്പ്. രീതി ലഭിച്ച അപേക്ഷകർ സ്വന്തം വാഹനവുമായി എത്താൻ നിർദ്ദേശം. KSRTCയുടെ സ്ഥലങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കും. പോലീസ് സംരക്ഷണം ഉറപ്പാക്കാനും RTOമാർക്ക് നിർദ്ദേശം. +2 VHSC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. +2 വിജയശതമാനം 78.69. കഴിഞ്ഞ വർഷത്തേക്കാൾ 4.26% കുറവ്. 39,242 പേർക്ക് മുഴുവൻ വിഷയത്തിലും A+. സർക്കാർ സ്കൂളുകളുടെ മോശം പ്രകടനത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ മന്ത്രി. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണ്ടിവരില്ലെന്ന് KSEB. വൈദ്യുതി പ്രതിസന്ധി നിയന്ത്രണ വിധേയമെന്ന് വിലയിരുത്തൽ. മേഖലാ നിയന്ത്രണം ഫലം കണ്ടു. കുറച്ച് സ്ഥലങ്ങളിൽ നിയന്ത്രണം തുടർന്നേക്കും. തേഞ്ഞിപ്പലം പോക്സോ കേസിൽ പോലീസിനും പ്രോസിക്യൂഷനുമെതിരെ കുടുംബം. പ്രതികളെ വെറുതെ വിടാൻ കാരണം പ്രോസിക്യൂഷന്റെ വീഴ്ച. തുടക്കം മുതൽ പോലീസ് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു. കുട്ടീൻ്റെ മനസ്സിലും എൻ്റെ മനസ്സിലും ഒക്കെ മനസ്സിന് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള വേശ്യാന്ന് മുദ്ര കുത്തിയിട്ടും വിളിച്ച് പറഞ്ഞിട്ടും പിന്നെ കുട്ടീനോട് ഒരു പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരം വരെ CI അലവീൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിന്. അതൊക്കെ മൊഴിയിൽ തന്നെ പച്ചയിൽ എഴുതി വെച്ചും ചെയ്തിക്കണ്. അതൊക്കെ കൊടുത്തതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചെന്നും മാതാവ് കേരള വിഷൻ ന്യൂസിനോട്. തൃശൂർ അന്തിക്കാട് പോലീസിനെതിരെ 3ാം മുറ ആരോപണം. കസ്റ്റഡിയിലെടുത്തവരെ കരിക്കുപയോഗിച്ച് മർദ്ദിച്ചതായി പരാതി. 2 CPM പ്രവർത്തകരടക്കം 6 പേർക്ക് പരിക്ക്. പെരുമാനി നാളെ മുതൽ തിയേറ്ററുകളിൽ. മജുവിന്റെ 3ാം ചിത്രത്തിൽ പ്രതീക്ഷയോടെ ആരാധകർ. സണ്ണി വെയിൻ, വിനയ് ഫോർട്ട്, ലുക്മാൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ.